പൂർണ്ണമായിട്ടും ഫേഷ്യൽ റെക്കഗ്നേഷൻ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് ഒരു മനുഷ്യൻ്റെ മുഖം തിരിച്ചറിഞ്ഞ് തുറക്കുന്ന രൂപത്തിലുള്ള ഡോറുകളാണ് ഞങ്ങൾ കടവന്ത്ര സിൽവൻ ഹൈറ്റ്സ് എന്നുള്ള ഫ്ലാറ്റിൽ ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ഞങ്ങൾ ഹിക്യൂഷൻ്റെ ഫേസ് ഡിറ്റക്ഷൻ ടെർമിനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഫേസ് ഡിറ്റക്ഷൻ ടെർമിനൽ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന വ്യക്തികളുടെ ഫേസ് നമ്മൾ ഒരു പ്രാവശ്യം ക്യാപ്ചർ ചെയ്യും. അതായത് ഒരു പ്രാവശ്യം അവരുടെ ഒരു ഫോട്ടോ ഈ ഡിവൈസ് കൊണ്ട് തന്നെ നമ്മൾ എടുക്കും. എന്നിട്ട് ഈ ഒരു ഡിവൈസിൻ്റെ ഉള്ളിലേക്ക് അത് സേവ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ആ വ്യക്തികൾ വീണ്ടും വരുന്ന സമയത്ത് അവരുടെ മുഖം നേരത്തെ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫേസുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും. മാച്ച് ചെയ്തിട്ട് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡോർ അവർക്ക് മുന്നിൽ തുറക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ഓൾറെഡി ഡിവൈസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഇനി അതർവൈസ് അകത്തുനിന്ന് ആൾ പുറത്തേക്ക് വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക് സെൻസർ PI സെൻസസ് വർക്ക് ചെയ്ത് ഓട്ടോമാറ്റിക് ഡോർ തുറക്കുകയും ചെയ്യും. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന വ്യക്തികളുടെ ആരുടെയെങ്കിലും റിലേറ്റീവ്സ് വരുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫേസ് എന്തായാലും ഈ ഒരു ടെർമിനലിനുള്ളിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഡെലിവറി ബോയ്സ് ആണ് വരുന്നുണ്ടെങ്കിൽ അവരുടെ ഫേസും നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ ക്യാപ്ചർ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്ത് എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ്. അവർക്കായി നമ്മൾ വീഡിയോ ഇൻ്റർകോം സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടുന്ന് സെക്യൂരിറ്റി ക്യാബിൻ ഏതാണ്ട് 200 മീറ്റർ അകലെയാണ്. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഡോറിനെ നമുക്ക് അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ലൈവ് ഡെമോ കണ്ടെത്തരാം. ഏത് സ്വിഗ്ഗി ഡെലിവറി ബോയ്സിനായിട്ടുള്ള. അപ്പോൾ അത് ചെയ്യുമ്പോൾ എന്താ പറ്റുക? അത് സെക്യൂരിറ്റി ക്യാബിന് കോൾ വരും. ഹലോ ഹലോ ഓക്കെ ഓക്കെ. ഓക്കെ. ഇന്നത്തെ കാലത്ത് AI ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ആഡംബരമൊന്നുമല്ല, ഒരു അത്യാവശ്യം തന്നെയാണ്. നമ്മുടെ ഫ്ലാറ്റിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും അതൊരു റോബോട്ടൊന്നും അല്ല 24 മണിക്കൂറും പണിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടോ മാറി എന്നൊക്കെ വരും. അപ്പോൾ ആ ഒരു സമയത്താണ് പുറത്തുനിന്ന് ഒരുത്തൻ നമ്മുടെ ഫ്ലാറ്റിലേക്ക് കയറി പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സെക്യൂരിറ്റി ബ്രീച്ച് തന്നെയാണ്. ഈ ഒരു സിസ്റ്റത്തിലേക്ക് പുതിയ ആളുകളെ എൻട്രി ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ഒന്നും അല്ല. അത് വളരെ സിമ്പിളായിട്ട് തന്നെ അവിടെയുള്ള ഏതൊരു വ്യക്തിക്കും ആഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഏതൊരു വ്യക്തിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർ ടേക്കറൊക്കെയാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇതിന് നമ്മൾ ചുമതലപ്പെടുത്തിയിരിക്കുന്ന വ്യക്തികൾ കേട്ടോ. അല്ലാതെ എല്ലാവർക്കും വന്നിട്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം അതിനകത്ത് നമ്മൾ പാസ്വേഡ് വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? നമുക്ക് ഇതിനകത്തൊരു ലോഗ് ഫയൽ ഉണ്ടാവും. അതായത് ഓരോ വ്യക്തികളുടെയും പേര്, അതിന് അഗെയിൻസ്റ്റ് അവരെപ്പൊക്കെ ഇറങ്ങി വന്നു പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മനു എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇപ്പോൾ ഫ്ലാറ്റ് നമ്പർ 1 ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒരു പേരുള്ള മറ്റൊരാൾ ഫ്ലാറ്റ് നമ്പർ 30 ചിലപ്പോൾ കണ്ടെന്ന് വരും. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ പേര് ചേർക്കുന്നതോടൊപ്പം ഓരോ വ്യക്തികളുടെയും പേര് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ പേര് ചേർക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ അവരുടെ ഫ്ലാറ്റ് നമ്പറും കൂടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ആളുകൾ വന്നിങ്ങനെ പഞ്ച് ചെയ്ത് കടന്നു പോകുന്നതിനനുസരിച്ച് ഇപ്പോൾ അവരുടെ പേര്, ആ ഫ്ലാറ്റ് നമ്പർ അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നാളെ ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്കൊരു റിപ്പോർട്ട് എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഫ്ലാറ്റിൽ ഏത് വ്യക്തി എന്നുള്ളത് വളരെ കറക്റ്റായിട്ട് അവരാരൊക്കെ എപ്പൊക്കെ വന്ന് പോയെന്ന് നമുക്ക് വളരെ കൃത്യതയോടുകൂടി തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിസ്റ്റം നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെക്സ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ ഓഫീസ് വരുന്ന എറണാകുളത്താണ്. ഞങ്ങൾ ഓൾ കേരള ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.